അടിച്ചു വാരാത്ത ആ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കാലം കൊഴിച്ചിട്ട കരിയിലകൾക്കുമുണ്ട് ഒരു പ്രത്യേകതരം ഭംഗി. അവിടെയുള്ള പറമ്പിൽ ഇടയ്ക്ക് വിരുന്നു വരുന്ന കാറ്റിനോട് തലയാട്ടി കുശലം പറയാറുള്ള ഒരുപാട് മരങ്ങളുണ്ട്. ശ്രദ്ധിച്ചു നിന്നാൽ അവർ പറയുന്നത് കഥകളാണെന്ന് നമുക്ക് തോന്നിയേക്കാം. മണ്ണിൻ്റെയും മനുഷ്യരുടെയും സ്നേഹബന്ധങ്ങളുടെയും ഒക്കെ കഥ. ആ കഥകളും ഏറ്റുവാങ്ങിപ്പോകുന്ന കാറ്റ് ചിലപ്പോൾ ചെന്നെത്തുന്നത് ദൂരങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ വെമ്പുന്ന ഏതെങ്കിലും ഹൃദയത്തിലായിരിക്കും, മണമായി, ഓർമ്മകളായി. എന്നെ തേടി 2-3 പ്രാവശ്യം അവർ വന്നിരുന്നു, തിരിച്ചു വിളിക്കാൻ. കാലം എത്ര കഴിഞ്ഞിട്ടും ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത ആ വീട്ടിലേക്ക്. നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു കിടക്കുന്ന 1000 ഓർമ്മകളുണ്ട്. ആ മണ്ണിൽ കാലുകുത്തുന്ന നിമിഷം അവരെ അങ്ങ് തുറന്നു വിട്ടിട്ട് മനസ്സിൽ നിന്നും കണ്ണുകളിലേക്ക് അവർ ഓടുന്നതിൻ്റെ ആ സുഖത്തിൽ അങ്ങനെ ലയിച്ചു നിൽക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ തിരിച്ചുവരവ് ഇതെൻ്റെ വെറുമൊരാഗ്രഹം മാത്രമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്നും ആ കൊച്ചു ജാനകിയാണ്. പറമ്പിലെ മാവിനെയും ചെടികളെയും സ്നേഹിച്ച, പറന്നുയരാൻ ചിറകുകൾ മുളച്ചിട്ടും ആ കൂട്ടിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ട ജാനകി. ഈ വീട്ടിലാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും താമസിച്ചിരുന്നത്. ഉമ്മറത്ത് ഞാൻ വരുന്നതും കാത്തവർ ഉണ്ടായേനെ. കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ. ചിലത് നേടുമ്പോൾ ചിലത് നമുക്ക് നഷ്ടപ്പെടും. അവിടെ ചുമരിൽ കുറേ ചില്ലിട്ട ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ. ആദ്യമായി ഞാൻ അവരെ ഫോട്ടോയിൽ കണ്ടപ്പോൾ ചോദിച്ചത് ഇവരെന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ എന്നായിരുന്നു. അവരുടെ ആ അന്തം വിട്ട മുഖങ്ങൾക്ക് നടുവിൽ തെളിയുന്ന എൻ്റെ മുഖത്തിൻ്റെ പ്രതിബിംബം കാണാൻ എന്നും ഞാൻ ആ ഫോട്ടോകൾക്ക് മുമ്പിൽ ചെന്ന് നിൽക്കുമായിരുന്നു. ഓർമ്മ വെച്ച കാലം തൊട്ടേ എൻ്റെ ഒപ്പമുള്ളതാണ് അവിടുത്തെ കാറ്റിൻ്റെ ഇളം തണുപ്പ്. അന്നും അവർ കഥകൾ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ദൂരെ മറ്റൊരിടത്തെത്തുമ്പോഴാണ് നമ്മൾ ആ കഥകൾക്കായി കാതോർക്കുക. അന്ന് അമ്മയുടെ കൈകൾ പിടിച്ച് നഗരത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാറ്റ് വന്നെന്നെ തഴുകിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നത് പറഞ്ഞത് തിരിച്ചു വരണം എന്നായിരുന്നു. ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോയില്ല എന്നതിന് എൻ്റെ കയ്യിൽ ഉത്തരമില്ല. സജി, here. ഓടല്ല മോളെ. മുത്തശ്ശിക്ക് അടുക്കളയല്ലാതെ മറ്റൊരു ലോകമുണ്ടായിരുന്നില്ല. അടുക്കള കഴിഞ്ഞാൽ വീടിനടുത്തുള്ള കൃഷ്ണന്റെ അമ്പലം. അവിടെ അമ്പലക്കുളത്തിൽ താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ കൊണ്ടുപോകുമായിരുന്നു മുത്തശ്ശി. എന്നിട്ട് പുരാണത്തിൽ താമരയ്ക്കുള്ള പങ്ക് മുതൽ അതെങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന ശാസ്ത്രം വരെ നിന്ന നിൽപ്പിൽ മൂപ്പത്തി വിവരിക്കും. അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഞാൻ മുത്തശ്ശിയെ നോക്കി നിൽക്കും.
കൈക്കൊമ്പിളിൽ ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികളുടെ തണുപ്പാണ് ഈ വീടിന്. അച്ഛനും അമ്മയും ഒരു ജീവിതമുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ മറന്നുപോയതായിരിക്കാം അവർ. അവരുടെ പഴയ മുറിയിലെ പൊടിപിടിച്ച ഈ പഴയ കല്യാണ ഫോട്ടോ നോക്കി ഒരു ചെറു പുഞ്ചിരിയും ഈറനണിഞ്ഞ കണ്ണുകളുമായി അവർ ചേർന്ന് നിൽക്കുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. കളഞ്ഞു പോയതിൻ്റെയും മറന്നു വെച്ചതിൻ്റെയും കൂട്ടത്തിൽ എൻ്റെ ബാല്യമുണ്ടിവിടെ. ആകാശത്തിൻ്റെ നിറം കാണാതെ പോയ മയിൽപ്പീലി പോലെ. ആ ഓർമ്മകളെങ്കിലും എനിക്ക് തിരിച്ചു വേണം. ആ മുറ്റത്ത് നിന്ന് തുടങ്ങണം എനിക്ക്. കാലം കുഴിച്ചിട്ട കരിയിലകൾ ഇനി വേണ്ട. ദലമർമരങ്ങൾക്കായി കാതോർത്ത് അവർ കാറ്റിനോട് പറയുന്ന കഥകൾ കേട്ട് ഇനി മുതൽ ഞാനും ഉണ്ടാകും.